പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 5 സ്റ്റേജിലായിട്ട് LTCയിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് പോവാം. അടുത്ത സ്റ്റേജിൽ എക്സാം ഉള്ളവർക്ക് ഈ ഒരു ക്ലാസ് ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഇതിൻ്റെ ഉത്തരം എന്താണ്? മാൻസുഖ് മാണ്ഡവ്യാണല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് ശരിയല്ലേ? ഒന്ന് ശരി, സി ആണ് കേട്ടോ ഉത്തരം. 2023 ഇന്ത്യ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥി ആയിരുന്ന അബ്ദുൽ ഫത്താഖ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ ഡി ആണ്, ഒന്ന് ശരി. ഏതാണ്? ഈജിപ്തിലെ അല്ലെ, ഈജിപ്തിലെ പ്രസിഡന്റാണ് അൽ സിസി കേട്ടോ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എം ഷാജറാണ് ഉത്തരം. 2 ശരി കേട്ടോ, 2 ശരി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. യു ഷറഫ് അലി ആണ് കേട്ടോ, യു ഷറഫ് അലി. നമ്മൾ ഓൾറെഡി കേരളത്തിലെ ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണല്ലേ, രേഖ ശർമ്മ. പി സതീദേവിയാണ് നമ്മൾ കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർമാൻ അല്ലേ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ്, പി വത്സലയ്ക്കാണ് കേട്ടോ, പി വത്സല. നമ്മളെ നെല്ല് നോവലൊക്കെ എഴുതിയത് ആരാണ്? പി വത്സല. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2022 നേടിയത് സേതുവാണ്, 2023 നേടിയത് SK വസന്തനാണ്. 2021 ആരാണ്? പി വത്സല, 22 സേതു, 23 SK വസന്തൻ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. എല്ലാവരും ഫ്രീ ആയിട്ടൊരു നെഗറ്റീവ് കൊട്ടയിലിട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മൾ ചീഫ് ജസ്റ്റിസ് ആരാണിപ്പോൾ? നിതിൻ മധുകർ ജാംദാറാണ് കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. ഏറ്റവും പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ, ക്വാണ്ടം ഡോട്ട്സ്. ഫിസിക്സിലെ നോക്കാം. 3 പേരുണ്ട്, പിയറി അഗസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. ദ്രവ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠിക്കുന്നതിനായി പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് കേട്ടോ നോബൽ പ്രൈസ് കിട്ടിയത്. അതുപോലെ കെമിസ്ട്രിയുടെ നോക്കാം. 3 പേർ തന്നെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. മൗഗി ബി ബവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി യെക്കിമോവ്. ഈ 3 പേരാണ് എന്താണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. മെഡിസിൻ നോക്കാം. 2 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, കാറ്റലിൻ കരിക്കോയും ഡ്രൂ വൈസ്മാനുമാണ് കേട്ടോ. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ് കേട്ടോ അവർക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളൊന്ന് ഓടിച്ചിട്ട് പോവുകയാണേ. അടുത്ത ലിറ്ററേച്ചറാണ്. ലിറ്ററേച്ചറിന് ജോൺ ഫോസയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത സമാധാന നോബൽ നേടിയിട്ടുള്ളത് നർഗിസ് മുഹമ്മദിയാണ്, അവർ ഇറാൻകാരിയാണ് കേട്ടോ. എക്കണോമിക്സിൽ നേടിയിട്ടുള്ളത് ക്ലൗഡിയ ഗോൾഡിനാണ്, ക്ലൗഡിയ ഗോൾഡിൻ. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇവരിൽ ആരാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? ഓപ്ഷൻ എ ആണല്ലേ ഉത്തരം, ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം നോക്കാം. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ഈ കൂട്ടത്തിൽ ആരാണുള്ളത്? കാറ്റലിൻ കരിക്കോ ആണല്ലേ ഉത്തരം, കാറ്റലിൻ കരിക്കോ ആണ്. അതുപോലെ ഒരാളും കൂടി ഉണ്ടല്ലേ, വൈസ്മാൻ അല്ലേ, വൈസ്മാൻ. 2 പേരും ചേർന്നാണ് 2023 വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ്, കൂനോ ദേശീയോദ്യാനം കേട്ടോ, കൂനോ നാഷണൽ പാർക്കാണ്. അത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് കേട്ടോ, മധ്യപ്രദേശിൽ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ആർ പ്രജ്ഞാനന്ദയാണ്, ആർ പ്രജ്ഞാനന്ദ. സോൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ആണ്, കേരള വനഗവേഷണ കേന്ദ്രമാണ്, കേരള വനഗവേഷണ കേന്ദ്രം. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്തോനേഷ്യയാണ് കേട്ടോ, ഇന്തോനേഷ്യയാണ് അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. ചാമ്പ്യന്മാരായിരുന്നു ജർമ്മനി ആയിരുന്നു, റണ്ണേഴ്സ് അപ്പ് ഫ്രാൻസ് ആയിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ്, പ്രിയ ASനാണ് കേട്ടോ, പ്രിയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്സ് നോക്കാം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം നേടിയത് ആരാണ്? EV രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ കൃതിയുടെ പേരാണ് കേട്ടോ, മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ. മലയാള വിഭാഗത്തിൽ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് പ്രിയ AS നമ്മൾ നോക്കി. ഏത് പുസ്തകത്തിനാണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകളാണ് കേട്ടോ, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. യുവ പുരസ്കാരം നേടിയത് ആരാണ്? ഗണേഷ് പുത്തൂരാണ്. കൃതി അച്ഛൻ്റെ അലമാര കേട്ടോ, കൃതി അച്ഛൻ്റെ അലമാര.
അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് പിണറായി വിജയൻ. നമുക്കറിയാം ആരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനായിട്ടുണ്ടാവുക ഒരു സ്റ്റേറ്റിൽ? മുഖ്യമന്ത്രി ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആരാണ് വൈസ് ചെയർമാൻ? സുമൻ ബെറി ആണ് കേട്ടോ, സുമൻ ബെറി. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ആണ് നിർമ്മല സീതാരാമൻ. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ L1 അല്ലേ, ആദിത്യ L1. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1ന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 1% കേട്ടോ. ഓപ്ഷൻ ഡി ആണ് 1%. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഓപ്ഷൻ ഡി ആണ് PSLV C-57 കേട്ടോ, PSLV C-57. PSC ഈ അടുത്ത് ചോദിച്ചിട്ടുള്ള വിക്ഷേപണ വാഹനങ്ങളൊക്കെ നമുക്കിതിൽ നോക്കാം. ആദിത്യ L1ൻ്റെ ഏതാണ്? PSLV C-57 ആണ്. നമുക്കിത് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലും 57 ഈ 7 തമ്മിൽ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദിത്യ L1 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു എല്ലുള്ള, അതായത് ഈ 57 ഈ എല്ലെടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുക കേട്ടോ ഇതിന്. അടുത്തത് ചന്ദ്രയാൻ്റെ ആണ്, LVM-3M4 ആണ്. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ലൂണാർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കില്ലേ, ലൂണാർ. സോ അങ്ങനെ ഈ ലൂണാറിനെ ആലോചിക്കുമ്പോൾ LVM അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ലൂണാർ LVM അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്തത് എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റിൻ്റെ എന്താണ്? PSLV C-58 ആണ്. DX ഉണ്ടല്ലോ, എക്സ്പോസാറ്റിൻ്റെ X ഇങ്ങനെ ഓർക്കാം. Xന് ഇങ്ങനെ ഇട്ട് എന്തായി 8 ആയല്ലേ. സോ അടുത്തത് NVS Note 1ൻ്റെ ആണ്. അത് GSLV 12 ആണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്ത്? എന്താണ് ലാൻഡറിൻ്റെ പേര്? വിക്രമാണല്ലേ, വിക്രം. അപ്പോൾ റോവർ ആരാണ്? പ്രഗ്യാനല്ലേ, റോവർ പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3 ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് നോക്കാം. വിക്ഷേപിച്ചതെന്നാണ് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. എവിടെ വെച്ചിട്ടാണ്? ശ്രീഹരിക്കോട്ടയെ വെച്ചിട്ടാണ് അല്ലേ. അതുപോലെ ഇത് ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5 എന്നാൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതെന്നാണ് 2023 ഓഗസ്റ്റ് 23 ഈ ഒരു ആഗസ്റ്റ് 23 ഇന്ത്യയുടെ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേരെന്ത്? റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേലോഡുകൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം രാംബ LPയും ശാസ്തിയും ഇൽസയും ഒക്കെ എന്താണ്? ലാൻഡറിൻ്റെ പേലോഡുകളാണ്. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3ക്ക് 7 പേലോഡുകളാണ് മൊത്തത്തിലുള്ളത്. അതിൽ ലാൻഡർ പേലോഡ്സ് നോക്കാം. രാംബ LP, ചാസ്തെ, ഇൽസ, LR ഇവ 4 അതുപോലെ തന്നെ റോവർ പേലോഡ്സ് 2 ലിപ്സും ആപ്സും. അതുപോലെ തന്നെ ഷേപ്പ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ്. അങ്ങനെ 7 പേലോഡ്സാണ് മൊത്തത്തിൽ ചന്ദ്രയാനുള്ളത്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 23 ഇത് ഒത്തിരി തവണ ചോദിച്ചു. ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം? ഓപ്ഷൻ ബി ആണ് ജെമിനി ആണ് കേട്ടോ, ജെമിനി. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ ആണ് പാരീസ് ആണ് കേട്ടോ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് നിഴലുറങ്ങുന്ന വഴികൾ. P. വത്സലയുടെ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ. P. വത്സല ഈ അടുത്ത് അന്തരിക്കുകയുണ്ടായി. 2023 നവംബർ 21 കേട്ടോ അന്തരിച്ചത്. 2023 നവംബർ 21. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ഓപ്ഷൻ ബി ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലേ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഓപ്ഷൻ ബി ആണ് ആസ്ട്രസെനേക്ക കേട്ടോ. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അറ്റ്പാടിയാണ് കേട്ടോ, അറ്റ്പാടി. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അപ്പോൾ ഈ കഴിഞ്ഞ LDCയിലൊക്കെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയർ ഏരിയാസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്നുകൂടി ഓടിച്ചിട്ട് റിവിഷൻ നടത്തിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോണേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. താങ്ക്